നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ഭരണ പ്രതിപക്ഷ രംഗത്തു നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണകൂടം ഏത് സംസ്ഥാനങ്ങളിലാണ് എന്ന് ചോദിച്ചാൽ അത് പറയുക ഒരു പക്ഷേ നമുക്ക് പ്രയാസമാകും. എന്നാൽ ഏറ്റവും മികച്ച കീഴ്വഴക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ തമിഴ്നാട്ടിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മുൻപ് പരസ്പരം കണ്ടാൽ മിണ്ടാത്ത ജയലളിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ സഭയിൽ പോവാത്ത പ്രതിപക്ഷ നേതാവായ കരുണാനിധിയുടെ ഒരു കാലമുണ്ടായിരുന്നു. ഇരുവരും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പരസ്പരം അറസ്റ്റും കേസും ജയിലുമൊക്കെ നൽകിയിരുന്ന ആ ഒരു കാലമല്ല മുഖ്യമന്ത്രിയായ വിജയുടെയും പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ്റെയും കാലം. ഏറ്റവും ഒടുവിൽ തമിഴ്നാട് നിയമസഭയിലെ സ്പീക്കർക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. മികച്ച സന്ദേശമാണ് പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ ഭരണപക്ഷത്തിനും മുഖ്യമന്ത്രിക്കും പൊതുജനങ്ങൾക്കും നൽകുന്നത്. മുഖ്യമന്ത്രിയും ഞാനും സ്പീക്കറും ചെന്നൈയിലെ പ്രശസ്തമായ ലയോള കോളേജിലെ സഹപാഠികളാണെന്ന വിവരം പങ്കുവെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ തൻ്റെ പ്രസംഗം നിയമസഭയിൽ ആരംഭിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിയമസഭാ കക്ഷി നേതാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ഒരേ കോളേജിൽ നിന്നുള്ളവരാണ്. പക്ഷേ ഭരണകാര്യത്തിൽ DMK സീനിയറാണ്. ഞങ്ങളുടെ അനുഭവ സമ്പത്തും അറിവും പങ്കുവെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തമിഴ്നാടിൻ്റെ ക്ഷേമമാണ് പ്രധാനം. സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക അടയാളങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. തമിഴ് മണ്ണിൽ തമിഴ് വികാരത്തെ പിന്നിലാക്കുന്ന ഒരു നീക്കവും നിയമസഭയിലോ പുറത്തോ ഞങ്ങൾ അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം അതീവ ജാഗ്രത പുലർത്തും. സനാതനധർമ്മത്തെക്കുറിച്ചുള്ള എൻ്റെ പഴയ നിലപാടിൽ ഒരു മാറ്റവുമില്ല. തന്നെയുമല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ചിന്താഗതികൾ ഇല്ലാതാകണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭരണപക്ഷത്തിന് തുല്യമായ കരുത്തുള്ള പ്രതിപക്ഷമാണ് ഇത്തവണ സഭയിലുള്ളത്. ജനങ്ങൾ DMK ഏൽപ്പിച്ചിരിക്കുന്നത് സർക്കാരിനെ ശരിയായ ദിശയിൽ നയിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ്. സഭയിൽ ഇത്തവണ കൂടുതൽ വനിതാ പ്രതിനിധികൾ എത്തിയത് നല്ല കാര്യമാണ്. പുതിയ അംഗങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു എന്നായിരുന്നു മനോഹരമായ ഉദയനിധി സ്റ്റാലിൻ്റെ നല്ല പ്രസംഗം. പുതിയ നിയമസഭയിൽ മുഖ്യമന്ത്രിയായ വിജയും വിജയുടെ TVK പാർട്ടിയിലെ പല അംഗങ്ങളും പുതുമുഖങ്ങളാണ്. ഭരണപരിചയം ഇല്ലാത്തതിനാൽ തുടർന്നുള്ള ഓരോ നീക്കവും ശ്രദ്ധിച്ചു തന്നെ വേണ്ടിയും വരും. ഒരുപക്ഷെ DMK വിചാരിച്ചാൽ വിജയെ എല്ലാ തരത്തിലും പ്രയാസത്തിലാക്കാൻ കഴിയുകയും ചെയ്യും. എന്നാൽ ഉദയനിധി പറഞ്ഞത് ഞങ്ങൾ സർക്കാരിൻ്റെ എല്ലാ നീക്കങ്ങളെയും നല്ല നീക്കങ്ങളെയും പിന്തുണക്കുന്നു എന്നാണ്. ബഹുമാനം അത് കൊടുക്കുമ്പോൾ മാത്രം കിട്ടുന്നതാണെന്ന സന്ദേശം ഇവിടെ കാണാതെ പോകരുത്. മുഖ്യമന്ത്രിയായി നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യം തന്നെ വിജയ് പോയത് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തെ കൈകൂപ്പി വണങ്ങി ഷാൾ അണിയിച്ച് തമിഴ് വികാരത്തിൽ നമ്മൾ ഒന്നാണെന്ന് വിജയ് പറയുന്നു. തൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ചെരുപ്പിടാതെ സ്റ്റാലിൻ വിജയിയെ സ്വീകരിച്ചതും ഹരാർപ്പണം നടത്തിയതും നമ്മൾ കണ്ടു. ഇതാവണം ഭരണകൂടത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള പരസ്പര ബഹുമാനവും ബന്ധവും. ഇത് നിലനിർത്താൻ കഴിയുമോ എന്നതാണ് അടുത്ത ചോദ്യം. അത് നിലനിർത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നല്ല മാതൃകകൾ തമിഴ്നാട്ടിൽ നിന്നും വരുന്നു എന്നത് വർത്തമാനകാലത്ത് അനുകരണീയമാണ്. ഇതിൽ മറ്റൊരു കാര്യമാണ് വിജയുടെ TVK പാർട്ടിയിൽ നിന്നും വിജയിച്ചവരുടെ വിദ്യാഭ്യാസ യോഗ്യത. കൂടുതൽ പേരും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയവരും PhD സ്കോളേഴ്സും അങ്ങനെ തുടങ്ങിയ ആളുകളെല്ലാം. ഇതും ഒരു മാതൃകയാണ്. ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാസമ്പന്നരായ നിയമസഭാ സാമാജികരുടെ കാര്യത്തിൽ തമിഴ്നാട് തന്നെയായിരിക്കാം ഇപ്പോൾ മുൻപന്തിയിൽ. Waytonikah.com, the exclusive Muslim matrimonial site.